നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വിട്ട് ലിയോണിലേക്ക് പോയതിനു ശേഷം മികച്ച പ്രകടനമാണല്ലോ എൻട്രിക്ക് നടത്തി വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ലിയോണിൻ്റെ കോച്ച് എൻട്രിക്കിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 9 മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻട്രിക്കിൻ്റെ പ്രകടനത്തിൽ ഞാൻ ഹാപ്പിയല്ല അവൻ്റെ പ്രകടനത്തിൽ. അവൻ ബ്രസീലിലേക്ക് പോയി വന്നതിന് ശേഷം വളരെ ടയേർഡാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവന് ഉത്തരവാദിത്തമില്ലേ? ഇവിടെ കൂടുതൽ പെർഫോം ചെയ്യാൻ അവന് ഉത്തരവാദിത്വമില്ലേ? ഞങ്ങൾക്ക് അവനെ വേണം, മികച്ച പ്രകടനം അവനിൽ നിന്ന് വന്നേ പറ്റൂ എന്നാണ് ഇപ്പോൾ പൗലോ ഫോൻസേക്ക പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ കളി മോശമാണ്, അത് പോരാ. അവൻ ബ്രസീലിലൊക്കെ പോയി കളിച്ച് ആയിരിക്കും ദേശീയ ടീമിനൊപ്പം. പക്ഷേ ക്ഷീണമാണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല. അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ അവൻ റെസ്പോൺസിബിളാണ് എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. ഇനി കോച്ചിൻ്റെ ഈ ഒരു പ്രസ്താവന, പൗലോ ഫോൻസേക്കയുടെ പ്രസ്താവന വെച്ചിട്ട് എന്താണ് യാഥാർത്ഥ്യം? ലിയോൺ ജയിക്കാത്തതിൻ്റെ കാരണം എൻട്രിക്കിൻ്റെ മോശം പ്രകടനമാണോ? ശരിക്കും എൻട്രിക്കല്ലേ അവിടെ ടീമിൽ ഏറ്റവും മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നത്? ബാക്കിയുള്ളവർ കളിക്കാത്തതിന് അവനെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ കൃത്യമായ കണക്കുകൾ sofascore.com നൽകുന്നു. ഈ പറഞ്ഞ 9 മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ളത് അവരുടെ ടീമിൽ, ലിയോണിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ളത് എൻട്രിക്കിനാണ്. 5 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അവരുടെ ടീമിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുത്തത് എൻട്രിക്കാണ്, 3 എണ്ണം. അവരുടെ ടീമിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് എൻട്രിക്കാണ്, 5 എണ്ണം. അവരുടെ ടീമിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്തത് എൻട്രിക്കാണ്, 14 എണ്ണം. അവരുടെ ടീമിൽ ഏറ്റവും അധികം ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർത്തത് എൻട്രിക്കാണ്, 12 എണ്ണം. അവരുടെ ടീമിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ് നടത്തിയത് എൻട്രിക്കാണ്, 18 എണ്ണം. ഇനി പറയൂ, കോച്ച് ഈ പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? എൻട്രിക്ക് മികവിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.